അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ കൂടുതൽ കിട്ടുന്ന ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെയാണ്. അന്നേരം നമുക്ക് ഇപ്പോഴേ അതിൻ്റെ പ്രൂണിങ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിറച്ച് ഫ്ലവേഴ്സ് അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ചെടികളൊക്കെ കട്ട് ചെയ്ത് മണ്ടകളൊക്കെ ക്രോപ്പ് ചെയ്ത് നല്ല വളമൊക്കെ കൊടുത്ത്, അതായത് ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ ഫംഗിസൈഡ് കൊടുക്കും. അതേപോലെ തന്നെ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് പ്രൂൺ ചെയ്തതിന് ശേഷം ഒരു എല്ലാ ചെടിക്കും പൂ പിടിക്കുന്ന എന്തൊക്കെ ചെടിയുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഏതൊക്കെ ചെടിയുണ്ടോ അതിൻ്റെ എല്ലാം ടോപ്പ് പ്രൂൺ ചെയ്തതിന് ശേഷം ഇതിപ്പം പിച്ചകമാണ്, പിച്ചകം മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും ഇപ്പം നമ്മൾ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത മാസമൊക്കെ നിറച്ച് നമുക്ക് മണ്ടകളും അതേപോലെ തന്നെ കുറേ അധികം പൂക്കൾ കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം പ്രൂണിങ് ഇപ്പം ചെയ്യുന്നത് നല്ലതാണ്. അത് പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് DAP വളം ഒരു ചെറിയ സ്പൂണിന് ഒരു അര സ്പൂൺ, അതായത് ചെറിയ സ്പൂണിൽ ചായ കുടിക്കുന്ന ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിനൊരു അര സ്പൂൺ മൂട്ടിന് ദൂരെ കൂട്ടിയിട്ടേക്ക് അത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ടാൽ മതി. അതേപോലെ തന്നെ വലിയ ചട്ടികളായിരിക്കണേ ഞാൻ ഈ പറയുന്നത്, അത് ശ്രദ്ധിക്കണം. ഓവറായിട്ട് ചെറിയ ചട്ടികളിലൊന്നും ഇത്രയും വാരി ഇടരുത്. ചിലപ്പം പ്ലാന്റ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പലർക്കും പണി കിട്ടിയിട്ടുണ്ട്. പല വീഡിയോകളും പല ചാനലുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതേപോലെ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഒരുപാട് ഡാമേജസ് വന്നിട്ടുണ്ടാകും. ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഞങ്ങളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങളിവിടെ ചെയ്യുന്ന പ്ലാന്റിന് കൊടുക്കുന്ന വളങ്ങളും മരുന്നുകളും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് ഡാമേജ് വരത്തില്ല. എന്നാലും സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് തന്നെ വളങ്ങളും അതേപോലെ തന്നെ കീടനാശിനികളൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫംഗിസൈഡ് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിവശത്തും കൂടെ ഈ ഫംഗിസൈഡ് വീഴുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ കീടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റീവ കൊടുക്കുക. അതൊന്നും ഇപ്പോഴല്ല, അതൊക്കെ ഒരു പ്രൂൺ ചെയ്ത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫംഗിസൈഡ് കൊടുക്കുക. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇൻസെക്ടിസൈഡ് റീവോഡോ ഏതെങ്കിലും ഒന്ന് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 4 മില്ലി മിനിമം ഒഴിച്ച് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം ഇലയുടെ അടിവശത്ത് വീഴത്തക്ക രീതിയിൽ ഗോഗിൾസ്, അതായത് കണ്ണാടി എന്തെങ്കിലും ഇട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത്. കാര്യം പലർക്കും ഈ മരുന്നടിക്കുമ്പോഴത്തേക്ക് തൊലിപ്പുറത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അന്നേരം ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. സ്പ്രേ പോലും ചിലർക്ക് നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കണം. അല്ലാതെ പുതിയ മരുന്നൊക്കെ നമ്മൾ പരീക്ഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പണി കിട്ടുന്നത് പറയാൻ പറ്റത്തില്ല. അന്നേരം അതും കൂടെ ഒന്ന് സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഇത് മാൻഡിവില്ല ഗ്രില്ലിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് വൈറ്റ് ആണ് കേട്ടോ, റെഡൊക്കെ കിട്ടാൻ വലിയ പാടാണിപ്പം. പിന്നീട് നമ്മൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കടലപ്പിണ്ണാക്കും വേപ്പപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ച് എത്ര എടുക്കുന്നു അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നല്ലപോലെ ലയിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പവർ കൂടി പ്ലാന്റിന് കുറേയും കൂടെ ബ്രാഞ്ചസ് വരും. എത്രത്തോളം ബ്രാഞ്ചസ് ആവുന്നു അത്രത്തോളം നമുക്ക് ഫ്ലവേഴ്സ് കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് തന്നെ ഒരുക്കുകയാണ്. ഇത് വള്ളി റോസാണ്, വള്ളി റോസിൻ്റെ വെള്ളയാണ് പ്ലാന്റ് കണ്ടില്ലേ നിൽക്കുന്നത്. എന്തായാലും ഒരു വള്ളി റോസിൻ്റെ വെള്ളയും ചുവപ്പും ഒരുമിച്ച് ഒരു ഗ്രില്ലുണ്ടാക്കിയിട്ട് അതിനകത്ത് 2 പ്ലാന്റ് കൂടെ വെച്ച് വളർത്തിയിടുക. അടിപൊളിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ റോസൊക്കെ കൂടുതൽ കിട്ടാൻ, പൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് DAP കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ജൈവവളം നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാനീറ്റിയത്. അത് കുറേശ്ശെ എല്ലാം ആവശ്യത്തിന് മാത്രം, ഓവറായിട്ട് എടുക്കരുത്. കുറേശ്ശെ എടുത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ സ്വല്പം ആട്ടുംകാട്ടം പൊടിച്ചത് സ്വല്പം അതിൻ്റെ കൂടെ ചേർത്ത് നല്ല വൃത്തിയാവണം ഒരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കുക. അതിന് ബേസ് ആയിട്ട് ചകിരിച്ചോറ് കൊടുക്കുക. അന്നേരം മാക്സിമം കുറച്ച് കൂടുതൽ ചകിരിച്ചോറ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അന്നേരം വളം ഇച്ചിരി അഥവാ എന്തെങ്കിലും ഒന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചകിരിച്ചോറ് സ്വല്പം കൂടുതൽ ഇട്ടോളാൻ പറയുന്നത്. അന്നേരം അതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കോഴിവളം ഇടുന്നവർ ശ്രദ്ധിക്കണം. കോഴിവെള്ളം കുറച്ചേ കൊടുക്കാവൂ. കാര്യം കഴിഞ്ഞ ട്രിപ്പ് ഗോൾഡൻ കാസ്കേഡിന് നമ്മൾ കോഴിവെള്ളം കൊടുത്തു, അതിനകത്ത് കുറച്ച് പ്ലാന്റ് ഡാമേജ് വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ചൂടാണ് കോഴിവളം. അന്നേരം അത് ലൈറ്റായിട്ടേ കൊടുക്കാവൂ. വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കോഴിവളം കൊടുക്കുന്നവർ ഇടാനായിട്ട്. ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണി പാളും. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കടലപ്പിണ്ണാക്കും വേപ്പപ്പിണ്ണാക്കും ചാണാനും കൂടിയിട്ട് മിശ്രിതം ഉണ്ടാക്കുന്ന സമയത്ത് ഈ പശു കഴിക്കുന്നത് പുല്ലായതിനാൽ അതിനകത്ത് പുൽവിത്ത് കാണാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അന്നേരം അത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ DAP ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഈ പുല്ല് പെട്ടെന്ന് വളർന്ന് വരും. അന്നേരം അതാ കാണുന്ന പോച്ച അന്നേരം തന്നെ പറിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൽ ഒരു ഭൂരിഭാഗവും ഈ പോച്ച എടുത്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ പുല്ല് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അത് മത്തിശർക്കര മിശ്രിതമാണെങ്കിലും എന്ത് വളം കൊടുക്കുന്നതിന് മുമ്പും ചെടിച്ചട്ടിയിലുള്ള കള നീക്കം ചെയ്യുന്നത് നല്ലതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പിച്ചകത്തിനൊക്കെ അറിയാമല്ലോ, പിച്ചക ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിറച്ച് പൂടിക്കുന്നൊരു ചെടിയാണ്. അന്നേരം അതിനൊക്കെ നമ്മളിപ്പം പ്രൂൺ ചെയ്ത് ആ വളം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഫംഗിസൈഡ് കൊടുത്തു കഴിയുമ്പം അടിപൊളിയായിട്ട് കയറി വരും. അതേപോലെ മഞ്ഞളിപ്പുണ്ടെങ്കിൽ അത് മാറി കിട്ടും. ഈ വീഡിയോ
ഈ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മദർ പ്ലാന്റുകളാണ്. ഈ പ്ലാന്റുകളിൽ നിന്നാണ് കാണിച്ചിട്ടാണ് നമ്മൾ തൈകൾ നമ്മൾ നഴ്സറികളിൽ കൊടുക്കുന്നത്. അത് പല നഴ്സറികളിലും അങ്ങനെയാണ്. പല നഴ്സറികളിലും വലിയ മദർ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെറിയ പ്ലാന്റുകൾ വിറ്റ് പോകത്തുള്ളൂ. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല നഴ്സറികളിലും പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന പല ചെടികളും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, അത് പലരും തന്നിട്ടുണ്ടാവില്ല. 100% ഉറപ്പാണ്. ഞങ്ങളടുത്തും പോലും വന്ന് ചോദിച്ചിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാകുന്നില്ല. കാര്യം എന്താണ്? കാര്യം അത് ഞങ്ങളുടെ മദർ പ്ലാന്റ് ആണ്. ആ പ്ലാന്റ് ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ തൈകൾ വിറ്റ് പോകത്തുള്ളൂ. മാക്സിമം നിങ്ങൾ ഇതേപോലെ ശ്രമിക്കുക. നമ്മൾ ഈ എല്ലാവരും വലിയ പ്ലാന്റുകൾ മേടിക്കാമെന്ന് വിചാരിക്കേണ്ട. പലർക്കും ചെറിയ പ്ലാന്റ് വെച്ച് വളർത്തിയെടുക്കുമ്പോൾ അത് ഒരു മനസ്സുഖം കിട്ടുമല്ലോ. അന്നേരം അത് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കുമ്പോഴത്തേക്കും അത് വളർന്നു വരുന്നതും വെള്ളം ഡെയിലി കൊടുക്കുന്നതും അത് മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സാധനമാണ്, അല്ലേ? അതുകൊണ്ടാണ് പ്ലാന്റ് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അച്ഛനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. അന്നേരം പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് മനസ്സ് മുരടിച്ച് കണക്കുക. വീട്ടിൽ വന്ന് ആ ചെടിക്ക് ഇപ്പം കൈ വയ്യ. അന്നേരം വെള്ളം ഒഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ മനസ്സിൻ്റെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏത് അസുഖം ഉണ്ടെങ്കിലും മാറും. ഇപ്പം ഹോസ്പിറ്റലിൽ കൈ ഒടിഞ്ഞ് ഏതാണ്ട് ഒരു 4-5 മാസമല്ലേ, ഏകദേശം ഒരു 2 കൊല്ലം കൊണ്ട് പുള്ളി ആശുപത്രിയിൽ കിടക്കുന്ന സമയം മുതൽ വീട്ടിലെ ചിന്തയാണ്. ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു, ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ, ഈ സൈഡിൽ പോയിട്ടുണ്ടോ. വർഷങ്ങളായിട്ട് അവർ കൊടുത്തോണ്ടാണ്, വെള്ളം കൊടുത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങളത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, അതെന്ന് വെച്ചാൽ 40-45 കൊല്ലം 50 കൊല്ലമായിട്ട് ഈ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത്. ചുമ്മാ തള്ളിയതല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മൾ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾ ഏകദേശം ഒരു 10-45-50 കൊല്ലത്തിന് മേളിലുള്ള നേഴ്സറിയാണ്. കാര്യം 1972 സമയം 70, 72, 75 റെക്കോർഡിക്കലി 72-75 അടിയന്തരാവസ്ഥ സമയത്തുള്ള നേഴ്സറിയാണ്. അന്ന് മുതൽ കൊക്കോ കച്ചവടം മുതൽ ഇങ്ങോട്ട് കൊക്കോയുടെ ഇത് ഇവിടുന്ന് പറക്കി അത് തൈ വെച്ച് വളർത്തി കായ്പിച്ച് ആ കൊക്കോ ആയിട്ട് കോട്ടയത്തൊക്കെ പോയി പണ്ട് കാർബറീസ് കമ്പനിയിലൊക്കെ കൊടുത്ത ഒരു ചരിത്രമൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ കണ്ണിന്ന് പൊന്നീച്ച പറക്കും. ഓക്കെ, ഇവിടുന്ന് സൈക്കിളിൽ വെച്ച് ചുമന്ന്, അന്ന് ട്രെയിനിൽ കയറ്റി വെച്ച് കോട്ടയത്ത് കൊണ്ടുപോയി അവിടെ കാർബറീസ് കമ്പനിയിലൊക്കെ കൊടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതേക്കാം. അയ്യോ, അതൊക്കെ പോട്ടെ. അന്നേരം പ്ലാന്റ് വളർത്തുന്ന എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെടി മേടിക്കുന്ന ഒരു ആത്മാർത്ഥത അത് വളർത്താൻ കൂടി കാണിക്കണം. ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പോസിറ്റീവായിട്ട് എടുക്കും, ചിലർ നെഗറ്റീവായിട്ട് എടുക്കും. പ്ലാന്റ് മേടിക്കുന്ന ആളുകൾ മേടിച്ച് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന് ഡെയിലി വെള്ളം ഒഴിക്കാൻ, ചിലരൊക്കെ ഇത് കളഞ്ഞിട്ടങ്ങ് ബാംഗ്ലൂർ പലയിടത്തും പോയിട്ട് തിരിച്ചു വരുമ്പോൾ പ്ലാന്റ് അങ്ങ് ഉണങ്ങിപ്പോവും. അന്നേരം അതിലും ജീവനുള്ളതാണ്. അന്നേരം ഇന്ന് ഒരു കസ്റ്റമർ ഞങ്ങളെ നേഴ്സറി വന്നു, എൻ്റെ അടുത്തൊരു 1.5 മണിക്കൂറോളം സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, വെള്ളം ഒഴിക്കിയിട്ട് കൂടെ, വെള്ളം ഒഴിക്കാനായിട്ടല്ലേ ആരെങ്കിലും നിർത്തിക്കൂടെ? 100-500 രൂപ കൊടുത്ത് ആരെങ്കിലും ഒരാളെ നിർത്തി, വീട്ടിനപ്പുറത്തുള്ള ആരെങ്കിലും ഒരാളെ നിർത്തിയിട്ട് വെള്ളം ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് വാടാതെ കിട്ടും. തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് നോക്കാൻ പറ്റും. അതിന് നിങ്ങൾ അതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചെടികൾ ഞാൻ ചിലരെ പറ്റിയാണ്, എല്ലാവരെയും പറഞ്ഞല്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഏകദേശം എനിക്ക് 1 വയസ്സ് പോലും ഇല്ലാത്ത സമയം മുതൽ വീട്ടുകാർ എങ്ങും പോകാൻ പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെടികൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ജനിച്ച 1991 കാലഘട്ടത്തിലാണ്. അന്നേരം കുഞ്ഞുങ്ങളാണ് കേട്ടോ ഞങ്ങൾ, അത്ര ഭയങ്കരമായ വയസ്സുള്ളവരൊന്നുമല്ല. അന്നേരം 91 കാലഘട്ടം മുതൽ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ വീട്ടുകാർ ഇവിടെ ഒഴിവാക്കിയിട്ട് എങ്ങും പോകാൻ പറ്റൂല. ഒരു ദിവസത്തിൽ കൂടുതൽ, ഒരു ദിവസം മാറിയിരിക്കാൻ പോലും പറ്റൂല. അത് വലിയ പാടാണ്. വീട്ടുകാർക്കും പോകാൻ പറ്റത്തില്ല. അച്ഛനാണെങ്കിൽ സമ്മതിക്കത്തില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മരിച്ചു പോയിട്ട് കറക്റ്റ് 1 കൊല്ലം ആവുന്നു. അന്നേരം എന്താ പറയുക, അന്ന് മുതൽ ചെടിയാണ് എല്ലാവരുടെയും ജീവിതമാർഗവും ജീവനും. ജീവവായു എന്ന് പറയാം. അങ്ങനായിരുന്നു ഞങ്ങൾ ജീവിച്ചതും വളർന്നതും. അന്നേരം ചേട്ടനുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പം ആ 4 വശത്തുമുള്ള ആ ചെടിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതും. ഡെയിലി ഒരു സുപ്രഭാതം വരുന്നത് പോലും ഞങ്ങൾക്ക് ചെടി കാണാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു ഒരു പ്രത്യേക സുഖമാണ് അത് പ്രത്യേകം പറയേണ്ട തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ 4 വശവും ചെടി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ആ ഒരു പൂക്കാരനെ അല്ലെങ്കിൽ ഒരു ചെടിക്കാരനെ കണക്ക് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഭയങ്കര രസമുള്ള സാധനമാണ്. പല രാജ്യത്തും പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേരളത്തിൽ ഇത്രയും ചെടികളും ഇത്രയും മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് ഈ കേരളത്തിൽ ജനിക്കാൻ പറ്റിയതും. നമ്മളെല്ലാവരും ഏകദേശം കേരളം, നമ്മളെ മണ്ണ്, മഴ, കാറ്റ്, മണ്ണിൻ്റെ മണം, ഇതൊക്കെ ഭയങ്കര കിഡിലാണ് കേട്ടോ. അന്നേരം ഈ വീഡിയോ
കുറച്ചൊക്കെ നമ്മൾ കയ്യിൽ നിന്നൊക്കെ പോയി ഉള്ള കാര്യമൊക്കെ പറഞ്ഞേണ്ടി വന്നു. ഒന്നും റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ല. അന്നേരം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇനിയും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം, സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അന്നേരം ഇച്ചിരിയൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കും ഒരു വിഷമോ, ഇന്ന ചെടി ഉണങ്ങിപ്പോയി, ഇന്ന ചെടി പോയി. ഇപ്പോൾ കുറേ ആളുകൾ പറയാറുണ്ട് ചെടി നന്നായിട്ട് വന്നു, പൂത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പം പരിമല പള്ളിയിൽ തന്നെ പരിപാടി നടത്തിയപ്പോൾ ഒരു ചേച്ചി വന്ന് ഇതേപോലെ പറഞ്ഞു, നിങ്ങളെ ചാനലിൽ കാണുന്ന നല്ലപോലെ കയറി വരുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര പ്രചോദനമാണ്. പറഞ്ഞു കൊടുക്കാനാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഒന്നുമില്ലെങ്കിലും 1% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് കേട്ടറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ പോസിറ്റീവും നെഗറ്റീവും എല്ലാത്തിനകത്തും ഉണ്ട്. അന്നേരം അതൊക്കെ അതിൻ്റേതായ ഒരു ഇതിൽ എടുക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരുപാട് തെറ്റുകൾ ഞാനും പറയുന്നു. ഞാനിതൊന്നും പഠിച്ചിട്ടൊന്നും വന്നതൊന്നുമല്ല. നമ്മളാരും ഇതിനകത്തൊന്നും നമ്മളൊന്നും പഠിച്ചിട്ടൊന്നും വന്ന് ചെയ്യുന്നതൊന്നുമല്ല. ഒരുപാട് തെറ്റുകളാണ് നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പം വയറ്റിൽ നിന്ന് വരുന്നത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മളൊരു പഠിക്കുന്ന ആളാണ്, ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അന്നേരം പോട്ടെ. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും കൊല്ലം വരുന്ന സമയത്ത് നമ്മുടെ നഴ്സറിയിലൊക്കെ ഒന്ന് വന്ന് കാണുക. നഴ്സറിയിൽ രണ്ടാംകുറ്റിയിലാണ്. രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തൊരു നഴ്സറി ഉണ്ട്. അതുപോലെ തന്നെ പുതിയൊരു നഴ്സറി ഇപ്പം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ടാംകുറ്റിന്നകത്തോട്ട് പ്രിയദർശിനി നഗറിൽ. പക്ഷേ അത് അവിടെ സെയിലല്ല, നമ്മൾ പ്രൊഡക്ഷനാണ് അവിടെ വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ മേഡേമുക്ക് മാതൃഭൂമി ഓഫീസിലും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് മാതൃഭൂമി ഓഫീസിൻ്റെ തൊട്ട് സൈഡിലും ഒരു നഴ്സറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൊല്ലം, ഇപ്പോൾ കറക്റ്റ് ഒരു കൊല്ലം ആവുന്നു. അന്നേരം അവിടെയും കൂടെയൊക്കെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. പല സാധനങ്ങളും പല സമയത്തും കാണും, പല സാധനവും കാണത്തുമില്ല. അന്നേരം അതും കൂടെ മനസ്സിൽ വെച്ചേക്കുക. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.